സ്വാഗതം, വെൽക്കം. കുടുംബജീവിതത്തെപ്പറ്റിയും കുഞ്ഞുങ്ങളെ വളർത്തുന്ന വിധത്തെപ്പറ്റിയും അതിൽ പ്രവർത്തിക്കേണ്ട കാഴ്ചപ്പാടുകളെയും കരുതലിനെയും പറ്റി പ്രാരംഭം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളുമായി ഞാൻ പങ്കിട്ടത് പലരും കാണുകയും അതിൻ്റെ ഉള്ളടക്കം വളരെ ചിന്തോദ്ദീപകമായിരുന്നുവെന്നും സഹായകരമായിരുന്നുവെന്നും അറിയിച്ചതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. പ്രത്യേകമായി ഏവരോടുമുള്ള എൻ്റെ സന്തോഷം, നന്ദി അറിയിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഇപ്പോൾ 19 വയസ്സുള്ള ഒരു വ്യക്തി, അത് സ്ത്രീയാണോ പുരുഷനാണോ യുവാവാണോ യുവതിയാണോ എന്നറിയില്ല. കാരണം ആ യൂട്യൂബിലുള്ള പ്രതികരണത്തിൽ നിന്ന് പേര് വ്യക്തമല്ല എന്നതുകൊണ്ട്. പക്ഷേ അതിലെഴുതിയിരിക്കുന്നത് കോവിഡ് കാലത്ത് ആയിരുന്ന അവസ്ഥയിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ ചില പാളിച്ചകളൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ ആയിത്തീരേണ്ടതുപോലെ അല്ല ആയിരുന്നത്. എന്നാൽ ഈ വീഡിയോ കണ്ട ശേഷം എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതൊരു പുതിയ അവസ്ഥയിലേക്ക് വഴി നടത്തുന്നു എന്നത് സന്തോഷത്തോടെ അറിയിക്കട്ടെ എന്ന പ്രതികരണം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോയാൽ അത് കാണാവുന്നതാണ്. അതെന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഒരു 10,000 പ്രതികരണങ്ങൾ വരുന്നതിനേക്കാൾ ആ ഒറ്റ ഒരു പ്രതികരണം എന്നെ സന്തോഷിപ്പിക്കുകയും എനിക്ക് അത്യധികമായ പ്രത്യാശ നൽകുകയും ചെയ്തു എന്ന് വളരെ വിനയത്തോടെ ഈ സമയത്ത് ഞാൻ സമ്മതിക്കട്ടെ. ഇപ്രകാരമുള്ള അധ്വാനത്തിൽ ലഭിക്കാവുന്ന ഏക പ്രതിഫലം ആരുടെയെങ്കിലും കാഴ്ചപ്പാടിൽ, ആരുടെയെങ്കിലും വ്യക്തിത്വത്തിൽ, ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുടെ ഒരു പുതിയ കിരണം കടന്നുകൂടി എന്നത് മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ, അനുഭവങ്ങൾ വിലതീരാത്തതാണ് എന്നുകൂടെ ഈ സമയത്ത് കൂട്ടിച്ചേർക്കുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കടമയെ അല്പം ഒന്ന് പരിഗണിക്കുക. പ്രത്യേകിച്ച് യേശു പറഞ്ഞ ഉപമയുടെ വെളിച്ചത്തിൽ പരിഗണിക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ ഉപമയെ ആസ്പദമാക്കിയാണ് ഈ ചിന്തകൾ രൂപീകരിക്കുന്നത് എങ്കിലും അക്രൈസ്തവരായ സഹോദരി സഹോദരന്മാർക്കും ഇതുകൊണ്ട് പുതിയ അറിവുകൾ പ്രാപിപ്പാൻ സാധ്യമാണ് എന്നുകൂടെ ഞാൻ സമയത്ത് സൂചിപ്പിക്കട്ടെ. കാരണം യേശു ഒരു മതത്തിലും പെട്ടയാളായിരുന്നില്ല. യേശു മനുഷ്യരെ സ്നേഹിച്ചു, മനുഷ്യത്വത്തിൽ വിശ്വസിച്ചു. ആ മനുഷ്യത്വത്തിൽ ദൈവികമായ വെളിച്ചം കൊണ്ടുവരുവാനായി ജീവൻ പണയപ്പെടുത്തി ദൗത്യം നിർവഹിച്ചു. ഇതാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുള്ള സത്യം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു പഠിപ്പിച്ചു എന്ന് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപമയുണ്ട്. അത് വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുത്തൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ച വിത്തുകൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനും പറക്കാരയ്ക്കും ഇടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. ഇങ്ങനെ ഉള്ള ഉപമ. ഇത് നമ്മുടെ കുടുംബ ജീവിതത്തെ പറ്റിയും അന്വർത്ഥമായ അറിവുകൾ പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ നല്ല ഒരു വെളിപ്പെടുത്തൽ ഉൾക്കൊള്ളുന്ന ഉപമയാണ് എന്നവർ പക്ഷേ പലരും ഉണ്ടാവുകയില്ല. അപ്രകാരം സൂചിപ്പിച്ചിട്ടുള്ള ഒരു പ്രസംഗവും നിങ്ങൾ നാളിതുവരെ കേട്ടിരിക്കാൻ സാധ്യതയുമില്ല എന്നതാണ് എൻ്റെ ധാരണ. കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ല എന്ന് മാത്രമേ പറയാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. കേട്ടിട്ടില്ല എന്ന് നിശ്ചയമാണ് എന്ന് പറയുവാൻ ഞാൻ ആളല്ല.
കേട്ടിരിക്കാൻ സാധ്യതയുള്ളതായി തോന്നുന്നില്ല. അത്ര മാത്രമേ എനിക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു വിത്ത് ഭൂമിയിൽ എവിടെയെങ്കിലും വീണ് പൊട്ടിമുളച്ചാൽ മാത്രമേ അതിന് ഫലം പുറപ്പെടുവിക്കുവാൻ, അതുമൂലം കൊയ്ത്തുണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന വളരെ ലളിതമായ പ്രമാണമാണ് യേശു ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വിത്ത് എവിടെയാണ് വിതയ്ക്കപ്പെടേണ്ടത് എന്നതിനെപ്പറ്റി ഒരു കരുതലുണ്ടാകണം. നിങ്ങളൊരു കർഷകനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ്, ഞാൻ കൃഷി ചെയ്യുന്നതിന് മുൻപ്, പച്ചക്കറി നടുന്നതിന് മുൻപ് എവിടെയാണോ നടാൻ പോകുന്നത് ആ ഭാഗം നന്നായി അതിനുവേണ്ടി തയ്യാറാക്കും. ഭൂമി തയ്യാറാക്കാതെ ഞാൻ വിത്ത് വിതയ്ക്കാറില്ല, ചെടി നടാറില്ല, കൃഷി ചെയ്യാറില്ല. ഈ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഏത് വിത്താണോ ഏത് ചെടിയാണോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിൽ അത് വീണ് മുളയ്ക്കാൻ പോകുന്ന, അല്ലെങ്കിൽ വേരിട്ട് നിന്ന് വളരാൻ പോകുന്ന ആ ഭൂമിയെ സജ്ജീകരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന സാമാന്യ ബുദ്ധിയാണ്. പ്രത്യേകിച്ച് വിശദീകരിച്ച് വേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പിറന്നു വീഴുമ്പോൾ കർഷകൻ്റെ കയ്യിലെ വിത്ത് പോലെയാണ്. ഓരോ കുഞ്ഞും അനന്തമായ സാധ്യതകളുടെ വിത്താണ്. ഒരു ഗോതമ്പ് വിത്ത് അല്ലെങ്കിൽ തേങ്ങ നടുന്ന നാളികേരം, ഇതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ പരിമിതമാണ്. പക്ഷെ ഒരു ശിശു എന്ന് പറയുന്നത് അത്ഭുതാവഹമായ സാധ്യതകളുടെ ഉറവിടമാണ്. ആ ഒരു തിരിച്ചറിവ് എന്തുകൊണ്ടോ മാതാക്കന്മാരുടെ ഇടയിൽ വേണ്ടതുപോലെ ഇല്ല എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, 10-40 വർഷങ്ങൾക്ക് മുൻപ് ദൈവം എന്നെ 2 ശിശുക്കളെ ഏൽപ്പിച്ചപ്പോൾ അതങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള പരിജ്ഞാനം എനിക്കില്ലായിരുന്നു. എന്നെപ്പോലെയാണ് ഒട്ടുമുക്കാലും മാതാപിതാക്കന്മാർ. ചെറുപ്പമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ബോധവൽക്കരണം നമ്മുടെ ഇടയിൽ നടക്കാത്തത് കൊണ്ട് എൻ്റെ അവസ്ഥയിലാണ് ഒട്ടുമുക്കാലും യുവാക്കന്മാരായ മാതാപിതാക്കന്മാർ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്, കർഷകന് അവൻ്റെ വിളനിലം എന്താണോ അത് ഒരു മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭവനമാണ്. അവരുടെ ശിശുവാണ് വിത്ത്, അവരുടെ വിളനിലമാണ് അവരുടെ ഭവനം. അതുകൊണ്ട് ഈ ഭവനത്തെ വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വിത്ത് വീണ് മുളച്ച് വളർന്ന് നല്ല ഫലം കായ്ക്കത്തക്ക ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മാതാപിതാക്കന്മാരുടെ ഏറ്റവും നിർണായകരമായ കടമയെന്ന് തിരിച്ചറിയുവാൻ വലിയ പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു ദിശയിലേക്ക് നാം ചിന്തിക്കുന്നില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതുമില്ല. എന്നാൽ നാം വളരെയധികം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇംഗിതമനുസരിച്ചെല്ലാം ക്രമീകരിച്ചു കൊടുക്കുക, താല്പര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക, സമൃദ്ധിയുടെ മധ്യത്തിൽ അവർ വളരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അല്ലലറിയാതെ അവർ ആയിത്തീരുവാൻ, എപ്പോഴും സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ തക്കതായ ഭൗതികമായ ഉപാധികൾ ഒരുക്കി കൊടുക്കുക. ഇതിൽ നമ്മുടെ കടമകൾ ഒതുങ്ങി നിൽക്കുന്നു, ഇതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല എന്ന ധാരണയിലാണ് ദുർഭാഗ്യവശാൽ ബഹുഭൂരിപക്ഷം മാതാപിതാക്കന്മാരും എന്നത് വളരെ അധികം അപകടമേറിയ ഒരു യാഥാർത്ഥ്യമാണ്. അത് ഒന്ന് തിരിച്ചറിയാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വിഷയത്തെപ്പറ്റി ഞാനത് അറിയേണ്ട സാഹചര്യത്തിൽ വേണ്ടതുപോലെ സ്പഷ്ടമായ അറിവുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടതാകുമായിരുന്നു എന്നത് പറയാൻ എനിക്ക് യാതൊരു സങ്കോചവുമില്ല.
അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായ മാതാപിതാക്കന്മാർ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെ അത് നിത്യമായ ആത്മീയമായ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാകയാൽ അതിന് മാറ്റമില്ല എന്നതുകൊണ്ട് അവർ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി അതിൻ്റെതായ അനുഗ്രഹം കലവറയില്ലാതെ പ്രാപിക്കട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഓരോ വാക്കുകളും നിങ്ങളുമായി പങ്കിടുന്നത്. അപ്പോൾ നമ്മുടെ ഭവനം ഒരു കൃഷിയിടമാണ്. നമ്മുടെ ഭവനം ഒരു വിളനിലമാണ്. അവിടെയാണ് ഈ വിത്ത്, സന്താനം അല്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്ന വിത്ത് വിതയ്ക്കപ്പെടേണ്ടത്. മാതാപിതാക്കന്മാർ ജീവിതത്തിൻ്റെ കർഷകരാണ്. ദ ഫാർമേഴ്സ് ഓഫ് ലൈഫ്. ഈ ഒരു ആശയം വ്യക്തമായി മനസ്സിലാക്കാൻ ഇടയാകുമെങ്കിൽ പല തിരുത്തലുകളും നിലവിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അനുഗ്രഹമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. അപ്പം നമുക്ക് ഈ ഉപമ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വിത്ത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പൈതങ്ങളും വലിയ വലിയ സാധ്യതകളുടെ ഉറവിടമാണ്. അത്ഭുതാവഹമായ സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു ജീവിതത്തെ, ഒരു ജീവനെ ദൈവ മാതാപിതാക്കന്മാരെ ഏൽപ്പിക്കുന്നു. എന്നാൽ ആ ഒരു വിത്തിൻ്റെ സാധ്യത ഏത് വിധത്തിൽ വെളിപ്പെട്ട് വരത്തക്കവണ്ണം അതിന് അനുയോജ്യമായ വിധത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കന്മാർ കരുതൽ കാണിക്കുന്നുവോ അല്ലെങ്കിൽ അതിനുവേണ്ടി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ ഇല്ലയോ എന്നത് വലിയ പ്രശ്നമാണ്. അങ്ങനെ പ്രവർത്തിക്കാതെ പോകുന്നത് മാതാപിതാക്കന്മാർക്ക് അതിൽ താല്പര്യമില്ല എന്നിട്ടല്ല, പ്രാഥമികമായ കാര്യം അവർക്ക് അതിനെപ്പറ്റി അറിവില്ല എന്നതാണ്. അവരെ ബോധവൽക്കരിക്കുവാൻ തക്കതായ ഒരു ക്രമീകരണം നമ്മുടെ മധ്യത്തിലില്ല. അതുകൊണ്ട് എല്ലാ ഭവനങ്ങളും അറിയാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന അത്ഭുതകരമായ സാധ്യതകളുടെ ശോക നിർഭരമായ ഒരു സന്ദർഭം കൂടെയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ എല്ലാ ഭവനങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് അത് തിരിച്ചറിയേണ്ടപ്പോൾ തിരിച്ചറിയുവാൻ ഇടയാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭവനത്തിൻ്റെ അവസ്ഥ എന്താ? യേശു ഇവിടെ 4 അവസ്ഥകളെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 6 അവസ്ഥകളെ സൂചിപ്പിക്കുന്നു. വഴിയരികെ എന്ന് പറയുന്ന അവസ്ഥ, പാറപ്പുറം എന്ന അവസ്ഥ, മുള്ളിൻ്റെയും ഞെരിഞ്ഞുകളുടെയും ഇടയിൽ എന്ന അവസ്ഥ, പിന്നെ വിത്ത് വീണ് 30, 60, 100 മേനി. അപ്പം 3 തരത്തിലുള്ള നല്ല ആഴമുള്ള മണ്ണ്. നല്ല മണ്ണിന് തന്നെ പല തോതുണ്ട്. ചില മണ്ണിൽ വീണാൽ 100 മേനി, ചിലടത്ത് വീണാൽ 60, ചിലടത്ത് വീണാൽ 30 ഉള്ളൂ. പക്ഷേ ആ 30 കിലോ ഉണ്ടല്ലോ. എന്നാൽ നമ്മുടെ ലക്ഷ്യം 100 ആയിരിക്കണം എന്ന് യേശു മറ്റിടത്ത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ. എൻ്റെ അർത്ഥം, എന്തെല്ലാം സാധ്യതകൾ നിങ്ങളുടെ അധികാര പരിധിയിലുണ്ട് അതിൻ്റെ പൂർണ്ണത വെളിപ്പെട്ട് വരത്തക്കവണ്ണം ദൈവത്തോടുള്ള പങ്കാളിത്തത്തിൽ, ആത്മീകമായ പരിജ്ഞാനത്തിൽ, വളരെ അച്ചടക്കത്തോടുകൂടെ, പ്രതീക്ഷയോടെ, വിശ്വാസത്തിൻ്റെ ആ ബലത്തിൽ, പിൻബലത്തിൽ നിങ്ങൾ നിരന്തരം ജാഗരൂകരായി അധ്വാനിച്ചു കൊണ്ടേ ഇരിക്കണം എന്നതാണ് നിങ്ങൾ സൽഗുണപൂർണരാകുവെന്ന പ്രബോധനത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് ഞാനൊന്ന് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ വഴിയരികെ പോലെയാണ്. ചില ഭവനങ്ങൾ അങ്ങനെയാണ്. ആ ഭവനത്തിന് അതിൻ്റേതായ യാതൊരു പ്രത്യേകതയുമില്ല. ആർക്കും എന്തും ആകാം. ഒരു അതിർവരമ്പുമില്ല. അവിടെ എന്ത് സംസാരിക്കണമെന്നോ സംസാരിച്ചുകൂടാ എന്നോ, എന്താകാമെന്നോ എന്തായിക്കൂടാ എന്നോ,
ധാർമ്മികമായ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നോ ഇങ്ങനെയൊന്നും യാതൊരു പ്രശ്നമില്ല. മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നു, രാവിലെ ഉണരുന്നു, രാത്രിയിൽ ഉറങ്ങുന്നു, ഇവരിടയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കും വലിയ കരുതലൊന്നുമില്ല. അതെങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധമായ സാധ്യതകളെപ്പറ്റി അല്പം പോലും ചിന്തയില്ലാതെ മൃഗതുല്യമായി മനുഷ്യർ വസിക്കുന്ന ഭവനങ്ങളുണ്ട്. അത് ഇമ്മിണി കുറവല്ല എന്ന് പ്രത്യേകിച്ച് ഈ ഉപഭോക്ത ഭൗതിക സംസ്കാരത്തിൻ്റെ ഏറിയ അംഗങ്ങളായി അല്ലെങ്കിൽ അതിൻ്റെ മക്കളായി കഴിയുന്ന ഒരു ജനതയ്ക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ വഴിയരികെ എന്ന് പറയുമ്പോൾ തികച്ചും ആഴമില്ലാത്ത അനുഭവം, ആഴമില്ല, എല്ലാം ഉപരിപ്ലവത. ഭവനങ്ങളിൽ ഉപരിപ്ലവതയുടെ ക്രമീകരണങ്ങൾ നിലനിൽക്കുന്നതാണ് ഒരു ഭവനത്തെ വെറും വഴിയമ്പലമാക്കി അധപ്പതിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും ആ ഭവനത്തെ പറ്റിയോ അതിലുള്ള മാതാപിതാക്കന്മാരെ പറ്റിയോ ആഴമുള്ള സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ അവർക്ക് ഇടയാകുന്നതല്ല. അവരുടെ ഭവനം അവർക്ക് വഴിയരികെ പോലെയാണ്. കുറച്ച് സമയം അവിടെ ഇരുന്ന് അവരങ്ങ് പോകും. മുടിയനാപുത്തൻ്റെ ഉപമയിൽ ഒരു യുവാവ് വീട് വിട്ടു പോയി, പക്ഷെ അവൻ തിരിച്ചു വരാനൊരു കാരണമുണ്ടായിരുന്നു. അവൻ്റെ ഭവനം ഈ പറഞ്ഞതുപോലെ റോഡിൻ്റെ അരികിലെ വീടായിരുന്നില്ല. റോഡിൻ്റെ അരികിലെ വഴിയരികിലെ മണ്ണ് പോലെ ആയിരുന്നില്ല, അല്പം ആഴമുണ്ടായിരുന്നു. ആ അനുഭവങ്ങളുടെ ആഴമാണ് ഓർമ്മകളായി ആ യുവാവിൽ പ്രവർത്തിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ, ജീവൻ്റെയും മരണത്തിൻ്റെയും മധ്യത്തിൽ അവൻ അന്താളിച്ച് നിൽക്കുമ്പോൾ അവനിൽ പ്രത്യാശ ഉളവാക്കി ഭവനത്തിലേക്ക് വഴി നടത്തുന്ന വലിയ ഒരു സ്വാധീനമായി അവനിൽ പ്രവർത്തിച്ചത് ആഴത്തിൻ്റെ അനുഭവങ്ങളുടെ ഓർമ്മകളായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ വളരുവാൻ അവന് ഭാഗ്യം ലഭിച്ചു. എന്നാൽ ആഴമുള്ള അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാർഹികമായ സംസ്കാരമോ ക്രമീകരണമോ ഇക്കാലത്ത് നന്നേ കുറവാണ്. കാരണം എല്ലാവരും പണത്തിൻ്റെ പുറകെയാണ്, ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് പുറകെയാണ്. ഈ ഭൗതികമായ താല്പര്യങ്ങളുടെ ഒരു പ്രത്യേകത മനസ്സിലാക്കേണ്ടത് ഭൗതിക സംസ്കാരത്തിന് ആഴമില്ല എന്നുള്ളതാണ്. ഈ സംസ്കാരത്തെ പഠിച്ചിട്ടുള്ള എല്ലാ ചിന്തകരും ഒരേ സ്വരത്തിൽ പറയുന്നത്, ഞാൻ വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും പറയുന്നത്, മെറ്റീരിയലിസ്റ്റിക് കൾച്ചർ ഈസ് എ കൾച്ചർ ഓഫ് ഷാലോനെസ്. ഉപരിപ്ലവതയുടെ സംസ്കാരമാണിത്. ഇവിടെ മനുഷ്യ ബന്ധങ്ങളുടെയും ജീവിതത്തിൻ്റെയും ആഴങ്ങൾ അറിയാതെ ഉപരിപ്ലവതയിൽ മാത്രം ഏതാണ്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതുപോലെ കഴിയുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം, പട്ടിണി, ക്ഷാമം, മനുഷ്യത്വത്തിൻ്റെ ക്ഷാമം, അനുഭവങ്ങളുടെ പട്ടിണി എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഭവനത്തിലാണ് ഒരു കുഞ്ഞ് വളർത്തപ്പെടുന്നത് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു കൊയ്ത്തും ഉണ്ടാകുകയില്ല. അതിൽ ബി നോ ഹാർവെസ്റ്റ് ഇൻ ഹിസ് ലൈഫ്. അവൻ ജീവിക്കും, ഇപ്പോൾ 70, 80, 100 വർഷം ജീവിച്ചിരിക്കുന്നത്, പക്ഷെ ആർക്കും ഒരു ഗുണം ഉണ്ടാകുന്നില്ല. ഈ കൊയ്ത്തെന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ വിശപ്പടക്കാനുള്ള കാര്യമാണ് കൊയ്ത്ത്. ഒരു പ്രകൃതിയിലെ ഒരു ചെടിയോ ഒരു വൃക്ഷമോ അതിനുവേണ്ടി ഭക്ഷണം പുറപ്പെടുവിക്കുന്നില്ല, അത് മറ്റുള്ളവർക്കുള്ള ദാനമാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ കൊയ്ത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ അവൻ്റെ ജന്മനാടിൽ നിന്ന് ദൈവം വിളിച്ച് അവൻ കണ്ടിട്ടുള്ള ദേശത്ത് അയക്കുമ്പോൾ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ദേശത്ത് അതിൻ്റെ അനുഗ്രഹമായി തീരണം. നീ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരും. അതാണ് വ്യക്തിത്വത്തിൻ്റെ കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ, ദേശത്തിന് അനുഗ്രഹമായി തീരുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ദേശത്തിന് അനുഗ്രഹമായി തീരത്തക്കവണ്ണം വളരുവാൻ ആത്മാർത്ഥമായ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാർ
എത്ര പേരുണ്ട്? അപ്രകാരമുള്ള ദർശനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഭവനത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യരാശിയുടെ അനുഗ്രഹമായി തീരും. എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് സുവിശേഷത്തിൽ അറിയാം. അവിടെ ഒരു മഗ്ദല കന്യമറിയാമ്മ എന്നാണ്, വിശുദ്ധ കന്യമറിയാമ്മ എന്നാണ്, ക്ഷമിക്കണം, തെറ്റുപറ്റി, കന്യമറിയ. യേശു അപ്രകാരം ആയിത്തീരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ അനുഗ്രഹിക്കപ്പെട്ട വനിതയാണ്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കാം. നമ്മുടെ ഭവനങ്ങൾ റോഡരികെ പോലെ ആകരുത്. രണ്ടാമത്, നമ്മുടെ ഭവനങ്ങൾ പാറപ്പുറത്തുള്ള അല്പം മണ്ണുണ്ട്, പക്ഷേ ബാക്കി ആഴമില്ല. റോഡരികിൽ വീണാൽ അത് മുളയ്ക്കത്ത് പോലും. മറ്റിടത്ത് ഇച്ചിരി മുളയ്ക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് കരിഞ്ഞു പോകും. അതായത് നമ്മുടെ ഭവനത്തിൽ കുഞ്ഞുങ്ങൾ അവരുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തിൽ വളരുവാനുള്ള സാധ്യതകളുണ്ടോ? അതിനനുസരിച്ചുള്ള ഗാർഹികമായ ഒരു അന്തരീക്ഷമാണോ, സംസ്കാരമാണോ മാതാപിതാക്കന്മാരായ നാം സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഞാൻ വിവാഹശേഷം എൻ്റെ ഭാര്യയോട് പറഞ്ഞ 2 കാര്യങ്ങൾ. എനിക്ക് 2 നിബന്ധനകളുണ്ട്. ഒന്ന്, ആരെപ്പറ്റിയും ഒരു കാര്യവും കളവായി ഈ ഭവനത്തിൽ അറിഞ്ഞോ അറിയാതെയോ പ്രസ്താവിക്കാൻ ഇടയാകരുത്. 2, മറ്റുള്ളവരുടെ കഥകൾ, ഗോസിപ്പ് പേറിക്കൊണ്ട് ഇവിടെ ആരും കടന്നു വരരുത്. ഈ 2 നിബന്ധനകൾ മാത്രം, ബാക്കി എന്തുവാ. കാരണം നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് ഒരു കരുതലുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്, വളരുന്നത് അവരെ വളരെ പ്രശസ്തമായ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ചേർത്ത് വരുന്നത് കൊണ്ടല്ല. നമ്മുടെ ഭവനത്തിൽ എപ്രകാരം അവർക്ക് വളരുവാനിടയായി, അതിൻ്റെ പ്രാധാന്യം ഈ വൈകിയ വേളയിലെങ്കിലും ദയവായി തിരിച്ചറിയുക. ഉപരിപ്ലവത, ഇന്നത്തെ സംസ്കാരത്തിൻ്റെ ശാപം ഈ ഉപരിപ്ലവതയാണ്, ഷാലോനെസ്. എനിക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്ന, ഒരു കാലത്ത് തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ദാർശനികനായിരുന്ന സോറൻ കീർക്കെഗാഡ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിൽ കത്തിജ്വലിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞത്, the worst condemnation you can issue about a person is to say that he is shallow. ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് പുറപ്പെടുവിക്കാവുന്ന ഏറ്റവും എന്താണ് പറഞ്ഞത്, മൂർച്ചയേറിയ ശക്തിയേറിയ വിമർശനം എന്താണ്? അവൻ ആഴമില്ലാത്തവനാണ്, വെറും പരപ്പ് മാത്രമാണ്, അവൻ വെറും പരപ്പൻ ആണ്. നമ്മുടെ മക്കളെ പറ്റി അങ്ങനെ പറയാതിരിക്കട്ടെ. ചിലർ അങ്ങനെയാണ്, പരപ്പന്മാരാണ്, തൊലി മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല, ആഴമില്ല. ഈ ആഴമില്ലാത്ത 2 വ്യക്തിത്വങ്ങൾ വിശുദ്ധ വിവാഹത്തിൽ കൂടെ ഒന്നായി ചേരുമ്പോൾ ആ വിവാഹം എങ്ങനെ നിലനിൽക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. ദയവായി ചിന്തിക്കുക. വളരെ വളരെ ഗാംഭീര്യമേറിയ പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്ന വിഷയമാണ് നമ്മൾ കൈകാര്യം. പിന്നെ നമുക്കറിയാം, മുള്ളും പറക്കാരെ ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? വിശ്വാസം കൈവിടാതെ സമചിത്തതയോടുകൂടെ, ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതി. വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറുമെന്ന ആ ഒരു നിശ്ചയദാർഢ്യത്തിൽ, ആന്തരികമായ ആ കെട്ടുറപ്പിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അപ്പനും അമ്മയും അഭിമുഖീകരിക്കുന്നത് കണ്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും അടിപറഞ്ഞു പോകുകയില്ല. അവരുള്ള സാധ്യതകൾ വാടിപ്പോകുകയില്ല, കരിഞ്ഞു പോകുകയില്ല. സൂര്യൻ എത്രമാത്രം എന്താ പറയുന്നത്, ഒലിക്കുന്ന ജ്വലിക്കുന്ന തീ പോലെ അവരുടെ മേൽ വീണാലും അവർ കരിഞ്ഞു പോവുകയില്ല. എന്നാൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യം നമുക്കറിയാം. ലോകത്തെമ്പാടും, പ്രത്യേകിച്ച് കേരളത്തിൽ ആത്മഹത്യ, കൊച്ചു കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ്. എങ്ങനെയാണ് സംഭവിക്കുന്നത് കൂടെ നാം മനസ്സിലാക്കണം. ഇതെല്ലാം ഭവനത്തിൽ നിന്നുദ്ഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇതിലുള്ള പ്രതിവിധികൾ സത്യസന്ധമായി കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യങ്ങൾ കുറച്ച്
സാവകാശത്തിൽ വിശദീകരിച്ച് പറയുവാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം 3 നല്ല നിലങ്ങൾ, 30, 60, 100 മേനി. അത് ആഴത്തിൻ്റെ വ്യത്യാസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ 100 മേനി പുറപ്പെടുവിക്കുന്ന വിത്തുകളായിത്തീരണം. നമ്മുടെ എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷെ അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരും, മാതാപിതാക്കന്മാരായ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ അനുസരിച്ചാണ്. കാരണം നമ്മുടെ വ്യക്തിത്വം അനുസരിച്ചാണ് നാം നമ്മുടെ ഗാർഹികമായ അവസ്ഥകൾ രൂപീകരിച്ചെടുക്കുന്നത്. നമ്മുടെ ഭവനത്തിൻ്റെ സംസ്കാരവും അതിലെ സ്ഥിതിവിശേഷങ്ങളും അതിനുള്ള അനുഭവങ്ങളും എല്ലാം രൂപീകരിക്കപ്പെടുന്നത് അപ്പൻ്റെയും അമ്മയുടെയും വ്യക്തിത്വം അനുസരിച്ചാണ്. എന്നാൽ ആത്മീയമായ ആഴമുള്ള വ്യക്തിത്വത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കന്മാർ, യുവതീയുവാക്കന്മാർ ശ്രമിക്കുന്നില്ല എന്നത് ഞെട്ടിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ആധുനിക സംസ്കാരമെല്ലാം ഈ പരപ്പിൻ്റെ മിനുസം, ബാഹ്യതയുടെ തിളക്കം. യേശു പുരോഹിതന്മാരെ പറ്റി പറഞ്ഞതും അതാണല്ലോ, വെള്ള തേച്ച ശവക്കല്ലറ. വെളിയിൽ നിന്ന് നോക്കിയാൽ നല്ല ഒന്നാന്തരം കാഴ്ചയാണ്, ഉള്ളിലോ ചീഞ്ഞു നാറുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഒരു ഭവനമെങ്കിൽ അവിടെ വളരുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം എന്നത് ദയവായി ചിന്തിക്കണം. അപ്പോൾ മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ കടമ എന്താണ്? കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായി വളരുവാൻ ഉതകുന്ന, സഹായിക്കുന്ന ഒരു ഭവനം, ഒരു ഗാർഹികമായ സംസ്കാരം, ഒരു കുടുംബപരമായ അനുഗ്രഹം, ഒരുമിച്ച് ചേർന്ന് സഹകരിച്ച പരസ്പര സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ സൃഷ്ടിച്ചെടുക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ വേറെ ഒരു അനുഗ്രഹവുമില്ല. ഇതിനെ കവിയുന്ന ഒരു അനുഗ്രഹവുമില്ല. ഇത് കൊടുക്കുന്നതിൽ മാതാപിതാക്കന്മാർ വിജയിച്ചാൽ ബാക്കി എല്ലാം ശരിയാകും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എന്നാൽ ഇത് അല്പം വെല്ലുവിളിയേറിയ, അല്പം പ്രയാസമേറിയ ഒരു ലക്ഷ്യം തന്നെയാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. എളുപ്പമല്ല. ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരാകുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ശരീരമായി തീരണം. എന്നാൽ മാത്രമേ ഇപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാർഹികമായ സംസ്കാരവും അച്ചടക്കവും സൃഷ്ടിക്കുവാനും കൈവരിക്കുവാനും നിലനിർത്തുവാനും സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. അല്ലാതെ ചില നല്ല താല്പര്യങ്ങളുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ നല്ല അന്തരീക്ഷം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാകില്ല. നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ വേണ്ടതുപോലെ രൂപീകരിക്കുന്നില്ല എങ്കിൽ, പക്ഷേ അങ്ങനെ ഉദാത്തമായ പരസ്പര ബന്ധത്തെ നിലനിർത്തുവാൻ ചില അടിത്തറ ആവശ്യമാണ്. ആ അടിത്തറ പൊളിഞ്ഞു പോയാൽ യാതൊരു പ്രത്യാശയ്ക്കും വഴിയില്ല എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് സംബന്ധമായ ചില പ്രത്യേക ചിന്തകൾ അടുത്ത വീഡിയോയിൽ ഞാൻ പങ്കിടുന്നതാണ്. അതിൻ്റെ ഉള്ളടക്കം കുറച്ചുകൂടെ ആഴമേറിയതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദയവായി വളരെ ശ്രദ്ധയോടെ, തുറന്ന മനസ്സോടെ, ചിന്തിക്കുവാനുള്ള താല്പര്യത്തിൽ മാത്രം ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുക. രസിക്കാനായി മാത്രം യൂട്യൂബ് കറങ്ങി നടക്കുന്നവർക്ക് അല്പം പോലും അനുയോജ്യമായ ഒരിടമല്ല എ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് ഞാൻ വളരെ വിനീതമായി അറിയിച്ചു കൊള്ളുന്നു. പങ്കെടുക്കുന്നവർ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മുന്നേറുവാൻ താല്പര്യമുള്ളവർ മാത്രമായിരിക്കണം. സമയം കൊല്ലാനായിട്ട് മാത്രം ആരും ഇങ്ങോട്ട് വരരുത് എന്നും കൂടെ കാല് പിടിച്ച് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്ത വീഡിയോ കുറച്ചുകൂടെ ആഴത്തിലുള്ള ആശയങ്ങൾ കാണുവാൻ നമുക്ക് ഇടയാകും എന്ന പ്രതീക്ഷ കൂടെ ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം.